പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അറിയിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സീരിയസ്. വിഡ്രോവൽ ഓഫ് എക്സംഷൻ ഇൻ പേപ്പർ 5 ലോ ആൻഡ് എത്തിക്സ് അല്ലെ. കാറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് 2022 സിലബസിൽ കാറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിരുന്ന ഫെസിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റിൽ ലോ എന്ന് പറയുന്ന പേപ്പർ എക്സംഷൻസ്. ഓക്കെ, അതെന്ത് ചെയ്യാൻ പോകുന്നു, ആ എക്സംഷൻസ് ഇനി വിഡ്രോ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൗൺസിൽ മീറ്റിംഗിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി ഈ കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് തീരുമാനമായിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ 2024 ഡിസംബർ ടേമിൽ എന്ത് കിട്ടത്തില്ല, ഷാൽ ബി വിഡ്രോ ഫ്രം ഡിസംബർ 2024 ടേം ഓഫ് എക്സാമിനേഷൻ. 2024 ഡിസംബർ ടേം മുതൽ എന്ത് അവൈലബിൾ ആവത്തില്ല എന്നർത്ഥം. ഓക്കെ, ഈ പറയുന്ന എക്സംഷൻസ് അവൈലബിൾ ആവത്തില്ല. അപ്പോൾ ആരെങ്കിലും എക്സംഷൻ ക്ലെയിം ചെയ്തിട്ട് ഇതുവരെ ക്ലിയർ ചെയ്യാത്തതുണ്ടെങ്കിൽ, ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്റർമീഡിയറ്റ് ചെയ്യുന്ന മക്കൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, അടുത്ത അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ ജൂൺ ടേമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ എൻറോൾ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്, എൻറോൾമെന്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഈ 31 പക്ഷെ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫെബ്രുവരി 10 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എൻറോൾമെന്റ് ടു ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ കോഴ്സ് സ്റ്റാൻഡ് എക്സ്റ്റെൻഡ് അപ് ടു 10th ഫെബ്രുവരി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജൂൺ ടേമിലേക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദിസ് ഷുഡ് ബി ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു, എക്സംഷൻസ് എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു എന്നുള്ളതാണ്. ലോ എക്സംഷൻസ് ഇന്റർമീഡിയറ്റുള്ള കുട്ടിയൊക്കെ എക്സംഷൻസ് വിഡ്രോ ചെയ്തു, വിഡ്രോ ചെയ്യാൻ തീരുമാനമായി എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ന്യൂസ്. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ, ദാറ്റ് മീൻസ് മക്കള് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ദിസ് ഷുഡ് ബി, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ദിസ് ഷുഡ് ബി ഇറ്റ്സ് വെരി ക്രൂഷ്യൽ, റൈറ്റ്. അപ്പൊ അവര് ഡിസംബർ 2024 ടേം ഓഫ് എക്സാമിനേഷൻ മുതൽ എന്ത് അവൈലബിൾ അല്ല. ഓക്കെ, അതായത് അത് മുതൽ എന്ത് ചെയ്യും, ഈ പറയുന്ന എക്സംഷൻസ് വിഡ്രോ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഉടനെ എന്ത് ചെയ്യുക, ഓക്കെ സീരിയസ്ലി പഠിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കേസ് ഒന്നും കൂടി സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്താം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.